ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു ചിക്കൻ വെറൈറ്റിയാണ്. KFC ചിക്കനാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 1.25 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഒരു മീഡിയം സൈസ് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. വളരെ വലിയ കഷ്ണങ്ങളാകുമ്പോൾ അതിൻ്റെ ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടാൻ കുറച്ച് പ്രയാസമാവും. അപ്പോൾ ഞാൻ മീഡിയം സൈസ് കഷ്ണങ്ങളാണ് ആക്കിയത്. എന്നിട്ട് അതിലെല്ലാം ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ ഉപ്പും ഈ മസാലയൊക്കെ പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഒന്നങ്ങനെ കീറി കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ മുന്നേ ഒരു തവണ ഉണ്ടാക്കിയപ്പോൾ ഞാൻ വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്തിരുന്നത്. അന്ന് വലിയ പീസാക്കിയിട്ട് എടുത്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ഉൾഭാഗമൊന്നും നല്ല ക്രിസ്പിയായിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് ഇത്തവണ ഒരു മീഡിയം സൈസ് കഷ്ണങ്ങളാക്കിയാണ് എടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലകളും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 1.25 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇതിൽ ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ 1.25 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് എരിവിന് വേണ്ടിയിട്ട്. ഇനി ഒരു ചെറുനാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിക്കൻ നമ്മൾ കഴുകി എടുക്കുമ്പോൾ നല്ല ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. അല്ലെങ്കിൽ ഇതിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് എടുക്കുമ്പോഴേക്കും ഇതിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ നല്ല ഡ്രൈ ആക്കിയിട്ട് എടുക്കണം ചിക്കൻ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാ ഭാഗങ്ങളിലും ഈ മസാലയൊക്കെ നന്നായി പിടിക്കുന്നവരെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 5 മണിക്കൂറോളം അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. അതിന് ശേഷമാണ് നമ്മൾ KFC ഉണ്ടാക്കാൻ എടുക്കേണ്ടത്. അപ്പോൾ ഞാനത് മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തും നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ മസാല റെഡിയാക്കുകയാണ്. 1 കപ്പ് മൈദ ഇട്ടു, 1/2 കപ്പ് കോൺഫ്ലോറും 1/2 കപ്പ് ഓട്സും കൂടെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. മുളക് പൊടി കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചിക്കൻ്റെ KFCയുടെ കളറ് മാറും. അപ്പോൾ വളരെ കുറച്ച് മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തു. ഇനി ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ നമ്മൾ KFC വറുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരും. അതിന് വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കണേ. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ചിക്കൻ ചേർക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. എല്ലാ ഇൻഗ്രീഡിയൻറ്റും കൂടെ നന്നായിട്ട് മിക്സാക്കി വെക്കുക. ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഞാനിവിടെ 3 മുട്ടയാണ് എടുക്കുന്നത്. നമ്മൾ 3 മുട്ട നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് ചിക്കൻ നമുക്കൊന്ന് ഈ മസാലയൊക്കെ ഒന്ന് പുരട്ടിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ നമ്മുടെ ഈ മൈദയും കോൺഫ്ലോറും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഇതിലേക്ക് ചേർക്കുക. അതിന് ശേഷം നന്നായിട്ട് ചിക്കൻ്റെ മുകളിൽ ഈ മൈദയെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതായത് ചിക്കനിലെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പുരട്ടിയെടുക്കണം ചിക്കൻ ഇതിലിട്ടിട്ട്. അപ്പോൾ ഒരു തവണ മൈദയിലിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇത് മുട്ടയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിൽ മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ 2 തവണ നമ്മളിങ്ങനെ കോട്ടിങ് ചെയ്യണം. ഒന്നുകൂടെ നമ്മുടെ ഈ മൈദയുടെ മിക്സിൽ ഒന്നും കൂടെ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഞാനിത് സ്പൂൺ കൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. കൈ കൊണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൈ ആ മുട്ടയുടെ മിക്സിൽ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ കൈ നനവ് വരും. അപ്പോൾ ഈ പൊടിയിലേക്ക് ഇടുമ്പോൾ ഈ പൊടി ആകെ നനഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് സ്പൂൺ കൊണ്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തട്ടി പൊടി കളഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇങ്ങനെ ഓരോ പീസും ഇതേപോലെ ഇങ്ങനെ ചെയ്തെടുക്കണം. 2 തവണ നമ്മൾ ഈ മൈദയുടെ മിക്സിൽ കോട്ടിങ് ചെയ്തെടുക്കണം. അപ്പോൾ അത് അടുത്ത പീസും കൂടെ ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത പീസിലും ഇതേപോലെ തന്നെ ഈ മൈദയും കോൺഫ്ലോറും എല്ലാം കൂടെ ചേർത്ത മിക്സിൽ നന്നായിട്ട് പുരട്ടിയെടുക്കുക. ഇതിന് ശേഷം ഇതൊന്ന് തട്ടി കൊടുക്കണം, അല്ലെങ്കിൽ ഈ പൊടി ഒന്നാകെ നമ്മുടെ മുട്ടയുടെ മിക്സിൽ വീഴും. ഒന്ന് തട്ടി കൊടുത്തതിന് ശേഷം മുട്ടയുടെ മിക്സിലിടുക. നന്നായിട്ട് കോട്ടിങ് ചെയ്തെടുക്കുക. നന്നായിട്ട് കോട്ടിങ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ഡ്രൈ ആക്കിയിട്ട് വീണ്ടും നമ്മുടെ ഈ മൈദയുടെ മിക്സിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ ഒരു കോട്ടിങ് കൊടുക്കുക. അങ്ങനെ 2 തവണ കോട്ടിങ് കൊടുക്കണം. എന്നാലേ അതിൻ്റെ പുറം ഭാഗത്ത് നന്നായിട്ട് ഇരിക്കുകയുള്ളൂ ഈ കോട്ടിങ്. നന്നായിട്ട് തട്ടി കൊടുത്തിട്ട് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഒരു 4 പീസാണ് ഇപ്പോൾ ഞാൻ ആദ്യത്തെ അതിൽ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ വേണ്ടത് എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് മൊരിച്ചെടുക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം ക്രിസ്പി ആയിട്ട് കിട്ടില്ല. ഞാൻ ആദ്യത്തെ തവണ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഉൾഭാഗം ക്രിസ്പി ആയിട്ട് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ സമയം എടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ ഉൾഭാഗം നല്ല ക്രിസ്പി ആയിട്ട് എടുക്കണം. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്കൊന്ന് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അത് ഏകദേശം ഇങ്ങനെ മൊരിഞ്ഞ് വരുന്നുണ്ട്. ഇതിൻ്റെ പുറംഭാഗം മൊരിഞ്ഞാലും ഉൾഭാഗം ക്രിസ്പി ആയിട്ട് വരാൻ കുറേ സമയമെടുക്കും. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അതാ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ സെറ്റ് ഇവിടെ റെഡിയായി. ഇനി ബാക്കിയും കൂടെ ഇതേപോലെ തന്നെ ഈ എണ്ണയിൽ ഇതേപോലെ തന്നെ വറുത്തെടുക്കാം. അപ്പോൾ ബാക്കി കഷ്ണങ്ങളും കൂടെ ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതാ ബാക്കിയും കൂടെ ഞാനിതിലിട്ട് മൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ KFC ചിക്കൻ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇതിന് ഇൻഗ്രീഡിയൻസ് ഒന്നും വളരെ കൂടുതലൊന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇത് അടുത്ത സെറ്റും റെഡിയായി. അപ്പോൾ അതും കൂടെ കോരിയെടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ KFC ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായിച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്